super excited. Happy birthday. Happy birthday. ഹലോ, നമസ്കാരം. ഇന്നൊരു കഥയാണ്, ഒരു ഫാമിലി ട്രിപ്പിൻ്റെ കഥ. കർണാടക KSRTCയുടെ അമ്പാരി ഉത്സവ് എന്ന് പറഞ്ഞിട്ടുള്ള ലക്ഷറി ബസ്സിലുള്ള ഞങ്ങളുടെ യാത്ര ചെന്നെത്തണം അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്കാണ്. അവർ ഞങ്ങളെ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളെ കാണുമ്പോൾ അവരുടെ സന്തോഷവും അതുപോലെ സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ കൂടെ 2-4 ദിവസം ചിലവഴിക്കാൻ പറ്റുന്നതിൻ്റെ സന്തോഷമൊക്കെ കൂടിയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ അത്. ഇനി ഈ ഒരു യാത്രയിലേക്ക് എത്തിപ്പെട്ടതിനെ പറ്റി പറയാം. അച്ഛൻ്റെയും അമ്മയുടെയും പിറന്നാളാണ്. അച്ഛൻ്റെ 87ാം പിറന്നാളും അമ്മയുടെ 79ാം പിറന്നാളും. കുറച്ച് കാലമായിട്ട് പിറന്നാളിൻ്റെ സമയത്ത് ഒരു യാത്ര പോക്ക് സ്ഥിരം പതിവുള്ളതാണ്. ഈ വർഷവും വീട്ടിൽ പിറന്നാൾ ആഘോഷിക്കണോ അതോ യാത്ര പോകണോ എന്ന് ഏട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഉടൻ പറഞ്ഞു യാത്ര പോയാൽ മതിയെന്ന്. പിന്നെ ഏട്ടന് സംശയമൊന്നും ഉണ്ടായില്ല. ഏട്ടൻ അവരെയും കൊണ്ട് യാത്ര പുറപ്പെട്ടു. ആദിത്യനും അവരുടെ കൂടെ കൂടി. ബേക്കൽ കോട്ട കണ്ട് അവിടെ ഒരു ദിവസം താമസിച്ച് ധർമ്മസ്ഥലയൊക്കെ തൊഴുത് അവർ ഉടുപ്പിയിലെത്തിയിട്ടുണ്ട്. ഞാൻ അവരെ അവിടെ വെച്ചിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ കിടക്കട്ടെ, നാളെ രാവിലെ ഉടുപ്പിയിൽ നിന്ന് കാണാം. സൂപ്പർ എക്സൈറ്റഡ്. അവരെ കാണേണ്ട സന്തോഷത്തിലാണ്. എങ്ങനെയാണ് അവർ പ്രതികരിക്കുക ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. Happy birthday. Happy birthday. Mariana. ഞാൻ ചെറുതായിട്ട് ഒരു ആക്സിഡന്റിൽ പെട്ടില്ലേ, അതൊന്ന് കളയാൻ വേണ്ടിട്ട് ഗ്ലാസ്. സന്തോഷായോ? 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 പിന്നെ സന്തോഷം തന്നെയല്ലേ. മൂന്നേരൊപ്പം നിൽക്കും, മൂന്നേരൊന്നും ഒപ്പം നിൽക്കും. കെട്ടിപിടിക്കൂ, 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 കെട്ടിപിടിക്കൂ. ഒരു ഉമ്മയൊക്കെ കൊടുക്കൂ. അന്നായിരുന്നു അച്ഛൻ്റെ പിറന്നാൾ. അവർ രാവിലെ തന്നെ ഉടുപ്പി ശ്രീകൃഷ്ണനെയൊക്കെ തൊഴുത് വന്ന് ഇറങ്ങാനുള്ള പരിപാടിയിൽ നിൽക്കുകയായിരുന്നു. സന്തോഷ പ്രകടനങ്ങൾക്ക് ശേഷം ഞങ്ങളും വേഗം കുളിച്ച് ഡ്രസ്സ് മാറി വേഗം ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് വന്നു. അച്ഛൻ്റെ സ്കോർപ്പിയോയിലാണ് അവർ യാത്ര വന്നിട്ടുള്ളത്. ഞങ്ങളും അതേ സ്കോർപ്പിയോയിൽ തന്നെയാണ് ഇനി ഇവരുടെ കൂടെ കണ്ടിന്യൂ ചെയ്യുന്നത്. യാത്ര തുടങ്ങി അധികം വൈകാതെ ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ആദ്യം പോയത് മുരുടേശ്വറിലേക്കാണ്. ഞങ്ങൾ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും അച്ഛനും അമ്മയും ഏട്ടനും ആദ്യമായിട്ടാണ് മുരുടേശ്വറിൽ പോകുന്നത് എന്ന് പറഞ്ഞു. പണ്ട് ഈ ഒരു ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറാൻ നമ്മളെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടക്കണ കാരണം അത് സമ്മതിക്കുന്നില്ല. ടിക്കറ്റ് എടുത്തിട്ട് വേണം അവിടെ കയറാൻ. അവിടെ കയറി കഴിഞ്ഞാൽ ആ ജാലകത്തിൽ കൂടെ ഒരു വ്യൂ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു പ്രതിമ, ഈ ഒരു ശിവൻ്റെ പ്രതിമയാണ്, അതാണ് അവിടെ ഏറ്റവും അധികം കാണാനായിട്ടുള്ളത്. അതിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ, അത് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി കുറച്ചുകൂടി ശിവൻ്റെ അടുത്തേക്ക് എത്തി അവിടെ നിന്നിട്ട് വേറൊരു ഫോട്ടോ, അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചിറങ്ങാം. മുരുടേശ്വറിൽ നല്ലൊരു ബീച്ചുണ്ട്. ആ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ശിവൻ്റെ പ്രതിമ. ബീച്ചിനോട് ചേർന്നിട്ടാണ് നമ്മളുടെ പാർക്കിങ്ങൊക്കെ. അച്ഛനും ആദ്യത്തിനും തോളിൽ കൈയിട്ട് വലിച്ചു വിട്ട് പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. പിന്നാലെ ഏട്ടനും. പോരുന്ന വഴിക്ക് ഞങ്ങളൊരു ഐഡിയൽ ഐസ്ക്രീമിൻ്റെ സ്റ്റാൾ കണ്ടു. അവിടെ വന്നിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു. ബീച്ചിൻ്റെ സൈഡിലെത്തിയ ഫോട്ടോ എടുക്കാതെ പറ്റുമോ? അപ്പോൾ ഞങ്ങൾ 1-2 ഫോട്ടോസും എടുത്തു. ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനം ഗോവയാണ്. ഗോവയിലേക്കുള്ള യാത്രയാണ്. ഗോവയിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഒന്നും കാണാനില്ല എന്ന് ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കി. എന്നാൽ അതൊന്ന് കാണണമല്ലോ എന്ന് അച്ഛനും. ഉടുപ്പിയിൽ നിന്ന് ഗോവയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഒരു മാൻഗ്രോവാണിത്. മാൻഗ്രോവ് എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാട്. ഞാനും രമേശും ഈ ഒരു യാത്രയുടെ ഒരാഴ്ച മുന്നേ ഗോവയിൽ നിന്ന് തിരിച്ചെത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മോട്ടോവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്കേഴ്സിൻ്റെ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു ഞങ്ങൾ. അന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഒരു കണ്ടൽക്കാടിൽ അന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊരു അടിപൊളി കണ്ടൽക്കാടാണ് കേട്ടോ, നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ വിചാരിച്ചു അച്ഛനെയും അമ്മയും അതൊന്ന് കാണിക്കാമെന്ന്. ആ ഒരു യാത്രയുടെയും മോട്ടോവേഴ്സ് കാഴ്ചകളുടെയൊക്കെ വീഡിയോ ഞാൻ വേറെ ഇടാം കേട്ടോ. 1/4 കിലോമീറ്റർ കണ്ടൽക്കാടിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ പാലം കെട്ടിയിട്ട് നമുക്ക് നടക്കാനുള്ളൊരു വഴി ഇവരുണ്ടാക്കിയിട്ടുണ്ട്. ഇടയിലൊക്കെ സ്റ്റൂളുകളുണ്ട് ഇരിക്കാനായിട്ട്. മരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അവിടുത്തെ ഒരു തണുപ്പും ആകെയുള്ളൊരു അന്തരീക്ഷമൊക്കെ കാരണം എല്ലാവർക്കും നല്ല രസമായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോൾ.
ഈ ഒരു പാലം കടന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ നമ്മൾ വേറൊരു കണ്ടൽ കാട്ടിലേക്കാണ് എത്തുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട് അവർ ചെറിയൊരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് സൈഡിൽ പിടിക്കാനൊന്നുമില്ല. അച്ഛനും ആദിത്യനും രമേഷും കൂടി ആദ്യം തന്നെ നടന്നു പോയി. തൊട്ടു പിന്നാലെ ഏട്ടനും അവരുടെ കൂടെ പോയി. എനിക്ക് ചെറിയൊരു പേടിയുള്ളത് കാരണം ഞാനൊന്ന് പിന്നിലേക്ക് നിന്നു. അമ്മ പറഞ്ഞു അമ്മ ഇല്ല എന്നുള്ളതും. അമ്മ അതിലേ നടക്കാൻ പോയില്ല. പേടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് എൻ്റെ അച്ഛൻ്റെ നിഘണ്ടുവിലില്ലാത്തത് കാരണം അച്ഛൻ പിന്നെ വേഗം തന്നെ പോയി തിരിച്ചിങ്ങടെത്തി. ഇതിൻ്റെ മുന്നത്തെ ആഴ്ച ഇതേ സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ രമേശേട്ടൻ്റെ നിർബന്ധത്തിൽ ഞാൻ ഇതിലേ പോയതായിരുന്നു. ഇത്തവണ ആദിത്യൻ എന്നെ വിട്ടില്ല. ഞാൻ എന്തൊക്കെ പേടിയുണ്ടെന്നും പറഞ്ഞിട്ടും ആദിത്യൻ സമ്മതിക്കാതെ എന്നെ നിർബന്ധിച്ച് അതിൻ്റെ മുകളിൽ കൂടെ കയറ്റി. അവിടുന്ന് പുറത്ത് കടന്ന് അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഉള്ളിലെ കുട്ടി ഉണർന്നു. എന്തെങ്കിലും വയസ്സാവും തോറും ചെറിയ കുട്ടികളുടെ സ്വഭാവമാവും എന്ന് പറയുകയാണല്ലോ ചെയ്യുക. അച്ഛൻ അങ്ങനെയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അച്ഛന് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര കൗതുകമാണ് ഇപ്പോൾ. അച്ഛൻ്റെ ഈ കുട്ടിത്തെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം കേട്ടോ. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി വീണ്ടും തിരിച്ച് ഗോവയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വീണ്ടും യാത്ര തുടർന്നു. അന്ന് അച്ഛൻ്റെ 87ാം പിറന്നാളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതായിരുന്നു അച്ഛൻ്റെ പിറന്നാൾ സദ്യ ഉണ്ടായിരുന്നത്. കാർവാറിൽ വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത റിവ്യൂ ഉള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. ഭയങ്കര മോശമെന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല, പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊന്നും ആയിരുന്നില്ല. ഇത് ആദിത്യൻ്റെ ഫുഡാണ്. ഞങ്ങളൊക്കെ ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആദിത്യൻ മിടുക്കനായി ഗോബി മഞ്ചൂരിയനും ഫ്രൈഡ് റൈസും ഒക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് വീണ്ടും ഗോവയെ ലക്ഷ്യമാക്കി യാത്ര. ഗോവയിലെത്തിയതിൻ്റെ അടയാളമാണ് ഈ പാലം. ഇത് കടന്ന് ഞങ്ങൾ ഗോവയിലേക്ക് കടന്നു. പഞ്ചിം ഭാഗത്തായിരുന്നു ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛനമ്മമാരെയും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പൊതുവേ ഞങ്ങളിങ്ങനെ വീടുകളാണ് എടുക്കാറുള്ളത്, അല്ലാതെ ഹോട്ടലുകളിലല്ല താമസിക്കാറുള്ളത്. ഇത് കുറച്ചും കൂടിയും ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ തരും ചെയ്യും. നമ്മൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാനും പറ്റും. Airbnb വഴി ഇതുപോലെ വീടുകൾ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്യാറുള്ളത്. Airbnb വഴി വീട് ബുക്ക് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് ഒന്ന്, നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന പോലൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ ഗ്യാസ്, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ചായ, കാപ്പി എല്ലാം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ, കെറ്റിലുകൾ, പാത്രങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരിക്കും. ഡ്രസ്സുകൾ അലക്കി തോരയിടാനോ അല്ലെങ്കിൽ അയൺ ചെയ്യാനോ എല്ലാത്തിനുമുള്ള ഫെസിലിറ്റി ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അത്യാവശ്യം കുക്ക് ചെയ്യാനും നമുക്കിവിടെ പറ്റും. ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ എന്നും ഫേസ് ചെയ്യാറുള്ളത് ഇത് തന്നെയാണ്. രാവിലെ ഒരു ചായ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്ത കാര്യമാണ് ഗോവയിൽ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ Airbnb വഴി വീട് ബുക്ക് ചെയ്തത്. കാരണം അച്ഛനും അമ്മയ്ക്കൊക്കെ രാവിലെ ചായ വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഏകദേശം അതുപോലെ തന്നെയാണ്. ഗോവ ഉണരണത് രാവിലെ 10 മണിക്ക് ശേഷമായത് കാരണം ഒരു ചായ പോലും മിക്കവാറും ഞങ്ങൾക്ക് കിട്ടാറില്ല. എൻ്റെയും രമേശേട്ടൻ്റെയും യാത്ര പ്രീ പ്ലാൻഡ് അല്ലാത്ത കാരണം ഞങ്ങൾക്ക് ഒരു റൂം ഇതിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ് ഏട്ടൻ ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഞങ്ങളുടെ കൂടി കാര്യം കൺഫേം ആയതോടെ ഏട്ടൻ അവരോട് തന്നെ ചോദിച്ചിട്ട് ഇതിൻ്റെ നേരെ മുകളിലുള്ള നിലയിൽ അവരുടെ ഒരു സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അത്. ഒരു ഓപ്പൺ ടെറസും അതിനോട് ചേർന്നിട്ട് ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമും, അതിനോട് ചേർന്നിട്ട് തന്നെ അവരുടെ വാഷ് ഏരിയയൊക്കെ ഉണ്ടായിരുന്നു. വാഷിംഗ് മെഷീനും അയണും ഒക്കെയുള്ള ഫെസിലിറ്റികളും. വൈകുന്നേരം 3:30യോട് കൂടിയിട്ടാണ് ഞങ്ങൾ റൂമിലെത്തിയത്. ഞങ്ങൾ പോയി ഒരു പാലൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ചു. അച്ഛനും അമ്മയും നന്നായിട്ട് ടയേർഡായി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നേരം കിടന്നു. അതിനുശേഷം വൈകുന്നേരം ഒരു 6 മണിയോട് കൂടിയിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള മിരാമർ ബീച്ചിൽ പോയിട്ട് കുറച്ച് നേരം ഒന്ന് കാറ്റ് കൊണ്ട് നിന്നു. അതിനുശേഷം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മാളിൽ പോയി അതിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ പോയി പിറ്റേ ദിവസത്തേക്കുള്ള പാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിൽ തന്നെ തിരിച്ചെത്തി. ഗോവയിലെ 2ാമത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം.
ഗോവയിലേക്ക് പറ്റിയ വേഷവിധാനത്തോട് കൂടിയിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്തു. ഞങ്ങൾ ആദ്യം പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. വലിയ ദോശയൊക്കെ ഉണ്ട്, പക്ഷേ ടേസ്റ്റ് വളരെ കുറവായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അഗോഡ ഫോർട്ടിലേക്കാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. യാതൊരു ക്യൂ ഇല്ലാതെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അഗോഡ ഫോർട്ട് 1600 പോർച്ചുഗീസുകാരുണ്ടാക്കിയിട്ടുള്ള ഒരു ഫോർട്ടാണ്. അഗോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗീസ് ഭാഷയിൽ അക്വ അല്ലെങ്കിൽ വെള്ളം റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ വേർഡ് തന്നെയാണ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് എനിക്കറിയില്ലെങ്കിലും ഇത് ഷിപ്പുകളിലേക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ളൊരു ഫോർട്ടാണ്. വലിയ ഒരു വാട്ടർ ടാങ്കും അതിനോട് കൂടിയിട്ട് വേറൊരു വലിയൊരു ലൈറ്റ് ഹൗസുമാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത്. കാൻഡോലിൻ ബീച്ചിൻ്റെ സൈഡിലാണ് അഗോഡ ഫോർട്ട്. അഗോഡ ഫോർട്ടിനെ പറ്റിയിട്ടുള്ള എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ അഗോഡ ഫോർട്ടിന് 2 ഭാഗങ്ങളുണ്ട്, അപ്പർ സൈഡും ലോവർ സൈഡും. അപ്പർ സൈഡിലാണ് ഇപ്പോൾ നമ്മൾ പോയിട്ടുള്ളത്. ലോവർ സൈഡിൽ ഷിപ്പുകളൊക്കെ വന്ന് നിർത്താനും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. അവിടേക്കും നമുക്ക് എൻട്രി ഒക്കെ ഉണ്ട്, പക്ഷെ വേറൊരു വഴി കൂടെയാണ് അവിടേക്ക് പോവുക. ഇതാണ് അഗോഡ ഫോർട്ടിലെ വെള്ളത്തിൻ്റെ ടാങ്ക്. ഇത്രയും വലിയ ടാങ്കാണ്. താഴത്തേക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്ലോറിൻ്റെ ഹൈറ്റിലുള്ളതാണ്. ഇതാണ് അതിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു വഴി. ഇപ്പോൾ ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്, നമുക്കൊന്നും എൻട്രി ചെയ്യാനൊന്നും പറ്റില്ല. അച്ഛനെയും അമ്മയും കൊണ്ട് മുകളിലേക്ക് കയറുകയാണ്. അവിടെ നല്ല ഭംഗിയുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുക. ഇത് കണ്ടല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരൊറ്റ മനുഷ്യൻ്റെ കുഞ്ഞുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ചർച്ചിലേക്കാണ്. ഇത് കാണുന്നതാണ് സേ കത്തീഡ്രൽ. ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് കത്തീഡ്രലുകളിൽ ഒന്നാണ് ഈ സേ കത്തീഡ്രൽ. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ കാണുന്നതാണ് ബസലിക്ക ഓഫ് ബോൺ ജീസസ്. രണ്ടും 1600കളിൽ പണിതിട്ടുള്ള അതിസുന്ദരമായിട്ടുള്ള വാസ്തുഭംഗിയോട് കൂടിയിട്ടുള്ള ചർച്ചുകൾ തന്നെയാണ്. ഈ ബസലിക്ക ഓഫ് ബോൺ ജീസസ് യുനെസ്കോവിൻ്റെ പട്ടികയിലുള്ള ഒരു ചർച്ചാണ്. ഈ ഗോവയിലുള്ള മിക്കവാറും എല്ലാ ചർച്ചുകളും ഒരുപാട് ഹിസ്റ്ററിയുള്ള ചർച്ചുകളാണ് കേട്ടോ. സാധാരണ ഇത്രയൊന്നും തിരക്ക് ഇവിടെ പതിവില്ല കേട്ടോ. ഇന്ന് ഈ തിരക്കിന് വേറൊരു കാരണമുണ്ട്. ഈ ഒരു ചർച്ചിലാണ് സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയറുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിട്ടുള്ളത്. എല്ലാ 10 വർഷം കൂടുന്തോറും ആ ഒരു ഭൗതിക ശരീരം വിശ്വാസികൾക്ക് കാണാനായിട്ട് വെക്കാറുണ്ട്. ആ ഒരു സമയത്ത് പോയത് കാരണം ഞങ്ങൾക്കും അത് കാണാനുള്ള ഭാഗ്യം കിട്ടി. ഈ സേ കത്തീഡ്രലിലാണ് അവരത് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ സൗകര്യങ്ങളും വിശ്വാസികൾക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സേ കത്തീഡ്രൽ വരെ നടന്നുപോയി. ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമായി. അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വയ്യാണ്ടായി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. ഒരു സ്പെഷ്യൽ ഗുജറാത്തി മീൽസായിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അത്. അഗോഡ ഫോർട്ടിലെയും ചർച്ചിലെയും നടത്തം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും അമ്മയും തളർന്നു.
വയറ് നിറച്ച് ഗുജറാത്തി മീൽസും കൂടിയും കഴിച്ചതോടെ ഉറക്കത്തിൻ്റെ ആലസ്യത്തിലേക്കായി. 2 മണിക്കൂർ റൂമിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടി. അല്ലെങ്കിലും ഗോവയിൽ രാത്രി ലൈഫാണല്ലോ കാണാനുള്ളത്. നേരെ ഞങ്ങൾ പോകുന്നത് ഫോണ്ടേനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കളർഫുൾ വീടുകളുള്ള ഏരിയയിലേക്കാണ്. ഇത് ഗോവയിലെ എനിക്കിഷ്ടമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. പല കളറിലുള്ള വീതി കുറഞ്ഞ വഴികളുള്ള ഒരു സ്ട്രീറ്റ്. ഒരു സ്ട്രീറ്റൊന്നുമല്ല, ഇങ്ങനെ പല പല സ്ട്രീറ്റുകൾ. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. ഇതിലൊക്കെ എപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞോടെ ഗോവയിലത്തെ രാത്രി ജീവിതം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ നേരെ ബാഗ ബീച്ചിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയി. രാത്രി 9 മണിക്കുള്ള ഈ ഒരു തിരക്കും ലൈറ്റുകളും ആൾക്കാരും ഒക്കെ അവർ പ്രതീക്ഷിച്ചതിൻ്റെക്കാൾ എത്രയോ അപ്പുറത്തായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ഒരു തിരക്കും ഇല്ലാത്ത ദിവസമായിരുന്നു. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. റോഡിൻ്റെ 2 വശത്തുള്ള ഫുൾ ആക്റ്റീവായിട്ടുള്ള കടകളും ബാറുകളും അതുപോലെ തന്നെ അത്യുച്ചത്തിലുള്ള സംഗീതമൊക്കെ കണ്ട് അവർ അത്ഭുതത്തോടു കൂടിയിട്ടാണ് അത് കൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് നോക്കൂ ദേവി, ഇവിടെയും ഒരു കള്ളുകട, ഇവിടെയും ഒരു കള്ളുകട എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അത്ഭുതത്തോടു കൂടിയിട്ട് ഈ കടകളൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ തിരക്ക് കൂടിയും ശബ്ദത്തിൽ കൂടിയൊക്കെ നടന്ന് ഞങ്ങൾ വാഗ ബീച്ചിൻ്റെ സൈഡിലെത്തി. ബീച്ചിൻ്റെ സൈഡിൽ ഷാക്ക് എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ട് അവർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. ഭക്ഷണവും മദ്യവും അതുപോലെ ഡാൻസും പാട്ടും ആണ് ഷാക്ക് എന്നുള്ളത് ഞങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അന്നൊരു തിരക്കുമില്ലാത്തൊരു ദിവസമായിരുന്നു, കാരണം തിങ്കളാഴ്ചയായിരുന്നു. ഇതൊന്നും ആയിരുന്നില്ല സാധാരണ ഇവിടെയുള്ള തിരക്ക്. ഒന്ന് നിന്ന് തിരിയാൻ പോലും പല സമയങ്ങളിലും സ്ഥലം ഉണ്ടാവാറില്ല. തിങ്കളാഴ്ച ആയതുകൊണ്ട് യാതൊരു തിരക്കും ഇല്ലാത്തൊരു ദിവസമായിരുന്നു വാഗ ബീച്ചിൽ. അച്ഛൻ ഈ ഡാൻസൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്ന് കയറി ഡാൻസ് ചെയ്യണമെന്നുള്ള മോഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് ഭക്ഷണമോ മദ്യമോ വാങ്ങാതെ അവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞതോടെ അച്ഛൻ ആ മോഹം വേണ്ടെന്ന് വെച്ചു. ആൾക്കാർക്ക് പൊതുവേ ഉള്ള ഒരു ധാരണയാണ് കള്ള് കുടിക്കാൻ വേണ്ടി മാത്രമാണ് ഷാക്കിൽ പോകുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. അവിടെ അടിപൊളി ഭക്ഷണവും നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു പാട്ടിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മദ്യം കഴിച്ചോളണമെന്ന് യാതൊരു നിയമവും ഇല്ല കേട്ടോ. നമ്മളറിയാതെ ഡാൻസ് ചെയ്തു പോകും. അങ്ങനെ കിലോമീറ്ററുകൾ നീളത്തിലുള്ള ഈ ഒരു ഷാക്കുകൾ കണ്ട് ആ ഗോവൻ നൈറ്റ് ലൈഫും കണ്ട് ഞങ്ങൾ തിരിച്ച് പതുക്കെ റൂമിലേക്ക് തന്നെ പോവുകയാണ്. അച്ഛന് പിന്നെ ഫോട്ടോ എടുക്കാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആദിത്യനും അച്ഛനും കൂടി അവിടെ നിന്നിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഗോവയിലത്തെ 3-ാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോട് കൂടിയിട്ട് ആരംഭിച്ചു. ആദിത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കേടുവടയിൽ ഒതുക്കിയപ്പോൾ ഞങ്ങൾ ഗോവൻ ഡെലിക്കസി സൈഡിലെ കുറേ സാധനങ്ങളൊക്കെയാണ് കഴിച്ചത്. അവിടുന്ന് രാവിലെ ഞങ്ങൾ നേരെ ആദ്യം പോയത് കലാങ്കുട്ടെ ബീച്ചിലേക്കായിരുന്നു. ബീച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വാട്ടർ സ്പോർട്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛനിലെ കുട്ടി ചാടി എഴുന്നേറ്റു. അങ്ങനെ ഏട്ടനും ആദിത്യനും കൂടി പോയി അവരോട് സംസാരിച്ച് ഒരു വാട്ടർ സ്പോട്ട് അച്ഛന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തു. ഒരു സ്പീഡ് ബോട്ട് റൈഡായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വേഗം തന്നെ അച്ഛൻ 3/4 ഇട്ട് റൈഡിന് റെഡിയായി. ഫുൾ ഓൺ, ഫുൾ പവർ, ഫുൾ എക്സൈറ്റ്മെൻറ്റ്, അതായിരുന്നു അച്ഛൻ. അപ്പോൾ 87-ാം വയസ്സിലെ അച്ഛൻ്റെ സ്പീഡ് ബോട്ട് റൈഡ് ഒന്ന് നമുക്ക് കാണാം. വരൂ, നടന്നോളൂ. പേടി മുഴുവൻ ഏട്ടനായിരുന്നു. അച്ഛന് പിന്നെ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലല്ലോ. അങ്ങനെ അച്ഛൻ്റെ ബോട്ടിൻ്റെ റൈഡർ വന്നു. അയാളുടെ കൂടെയുള്ള അച്ഛൻ്റെ റൈഡ് ഇതാ നമുക്ക് കാണാം കേട്ടോ.
ഒരു 3-4 മിനിറ്റായിരുന്നു റൈഡ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ തിരിച്ചെത്തി. അച്ഛന് മതിയായ ഭാവമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് തിരകളിലൊക്കെ ഒന്ന് കളിച്ച് അമ്മയ്ക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഈ ഒരു ദിവസത്തിൻ്റെ തുടക്കം ഞങ്ങളുടെ കഴിഞ്ഞു. കൂടുതൽ ഗോവയിലെ വിശേഷങ്ങളും അതുപോലെ അടുത്ത അമ്പലങ്ങളിലേക്ക് വിശേഷങ്ങളും അമ്മയുടെ പിറന്നാളിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ.